നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതിലെസാർ എന്ന പരിപാടി ആരംഭിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് പൊതുജനം കഴുതിലെസാർ എന്ന പരിപാടി. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ഒരുപാട് വാർത്തകൾ പുറത്തു വന്ന ദിനം കൂടിയാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടക്കാം. കേരളത്തിൽ സിൽവർ ലൈനിന്റെ സാധ്യതകൾ അവസാനിച്ചതോടെ അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ടു പോകാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. റെയിൽപാതയുടെ പ്രഖ്യാപനം ഉടനെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ ഇന്ന് വ്യക്തമാക്കി. താൻ നൽകിയ പദ്ധതി രേഖയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ഇ ശ്രീധരൻ അറിയിച്ചു. തിരുവനന്തപുരം കണ്ണൂർ യാത്രാ സമയം 3.25 മണിക്കൂറായി ചുരുങ്ങും എന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. ജനവാസ മേഖലകളിൽ ടണലുകളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് എന്നും ഭൂമി ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയാകില്ല എന്നുമാണ് ഇ ശ്രീധരന്റെ വിശദീകരണം. കേരളം അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. 2011 2016 DMRC തന്നെ DPR തയ്യാറാക്കുകയും ചെയ്തതാണ്. പക്ഷേ നടന്നില്ല. പിന്നീടാണ് സിൽവർ ലൈൻ്റെ വരവ്. പോലീസ് മർദ്ദനവും കണ്ണീർ വാതക പ്രയോഗവും അറസ്റ്റും കേസുമൊക്കെ ആയപ്പോൾ സിൽവർ ലൈൻ്റെ മരണമണിയും മുഴങ്ങി. പക്ഷേ ആ ഇനത്തിൽ നമുക്ക് നഷ്ടം 100 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സിൽവർ ലൈൻ പദ്ധതി തള്ളിയതോടെയാണ് അതിവേഗ റെയിൽപാതയ്ക്ക് വഴിയൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡിനെ ഒഴിവാക്കി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ ആയിരിക്കും പാത. 25 മുതൽ 30 കിലോമീറ്ററുകൾക്കിടയിൽ 1 എന്ന നിരക്കിൽ ആകെ 22 സ്റ്റോപ്പുകളുണ്ടാവും. തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, വൈക്കം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, മലപ്പുറം, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിവയായിരിക്കും സ്റ്റോപ്പുകൾ. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ അതിവേഗ റെയിൽപാത ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് സവിശേഷതയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടും എത്തും. ഇപ്പോഴുള്ള നിരക്കിനേക്കാൾ അതിൻ്റെ പകുതി കൂടി കൂട്ടിയ തുകയായിരിക്കും പുതിയ നിരക്ക്. അതായത് ഇപ്പോൾ ടിക്കറ്റിന് 1000 രൂപയാണെങ്കിൽ പുതിയ നിരക്ക് പ്രകാരം അത് 1500 രൂപയാകും. ഈ ലൈൻ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ടൈം വിൽ ബി 1 hour 20 minutes. തിരുവനന്തപുരം ടു കണ്ണൂർ 3 hours 15 minutes. പാതയുടെ 70% മേൽപ്പാലവും 20% മണ്ണിനടിയിൽ കൂടിയുമായിരിക്കും. അതിനാൽ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്ന് കണക്കാക്കുന്നു. മേൽപ്പാലത്തിനും തുരങ്കപാതയ്ക്കുമായി ഏറ്റെടുത്ത ഭൂമി നിർമ്മാണത്തിനു ശേഷം വ്യവസ്ഥകളോടെ ഉടമകൾക്ക് ലീസിന് നൽകും. 20 മീറ്ററായിരിക്കും വീതി. 86,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെങ്കിലും 1 ലക്ഷം കോടി വരെയാകാം. 30,000 കോടി വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. ബാക്കി പണം ഓഹരി നിക്ഷേപത്തിലൂടെയും വായ്പയിലൂടെയും കണ്ടെത്തണമെന്നും നിർദ്ദേശമുണ്ട്. 15 ദിവസത്തിനകം റെയിൽവേയുടെ പ്രഖ്യാപനമുണ്ടാകും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വിത്തിൻ 15 days വരും. 15 days. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 86,000 crores ആയിരിക്കും. 8 കോച്ചുകളുള്ള ട്രെയിനുകളായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിക്കുക. ഒരേ സമയം 560 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ആവശ്യാനുസരണം 12 മുതൽ 16 കോച്ചുകൾ വരെയുള്ള ട്രെയിനുകൾ കൊണ്ടുവരും. ഓരോ 5 മിനിറ്റിലും ഇരുഭാഗത്തേക്കും സർവീസ് ഉണ്ടാകും. റെയിൽവേക്ക് 51%, സംസ്ഥാന സർക്കാരിന് 49%ആയിരിക്കും ഓഹരി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇ ശ്രീധരൻ്റെ പ്രതികരണം. പുതിയ പദ്ധതി കേരളത്തെ വിഭജിക്കുന്ന മാതൃകയിലല്ല എന്നതും സിൽവർ ലൈനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമി കുറവാണെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ ജനങ്ങളെ ബോധവൽക്കരിച്ചതിന് ശേഷം മാത്രമായിരിക്കുമെന്നതും പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ യാത്രകൾക്ക് വേഗത കൂടണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാനിടയില്ലല്ലോ. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും ഹൈസ്പീഡ് ട്രെയിനുകൾ വരുന്നു എന്നറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടിൽ ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ കേരയിൽ സമരങ്ങളും അതിൻ്റെ മഞ്ഞക്കുറ്റിയിടലും അത് പിഴുതെറിയുന്നതുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് ഇന്ന് തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു വിമർശനവുമായി. ഈ മഞ്ഞക്കുറ്റിക്കല്ലൊക്കെ ഇന്ന് എടുത്തു മാറ്റേണ്ട സമയം എപ്പോഴാണെന്ന് കൂടി സർക്കാർ അറിയിക്കണമെന്ന പരിഹാസവുമൊക്കെയായി ഇന്ന് നേതാക്കൾ കളം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്.
70% ഇത് എലിവേറ്റഡ് ഒരു ട്രാക്ക് ആയിരിക്കുമെന്നാണ് മെട്രോമാൻ അറിയിച്ചിരിക്കുന്നത്. 30% ബാക്കിയുള്ള സ്ഥലം അത് ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അത് ഭൂമിക്കടിയിലൂടെയുള്ള ടണൽ വഴിയാണ് കടന്നു പോകുന്നത് എന്നാണ് മെട്രോമാൻ വ്യക്തമാക്കിയത്. ഈ ശ്രീധരൻ അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നം, അതുമായുള്ള തർക്കങ്ങൾ അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ കഴിയും. 86,000 കോടിയാണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രോജക്ട് കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 15 ദിവസത്തിനകം ഇതിന്റെ ഓഫീസ് ആരംഭിക്കും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ കാര്യമായി ഗൗരവമായി തന്നെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. എന്താണ് വരും ദിവസങ്ങളിലെ പുതിയ അതിന്റെ നടപടിക്രമങ്ങൾ എന്നുകൂടി മനസ്സിലാക്കാം. നിലവിലെ പാതയുമായി ഇതിന് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ചും എയർപോർട്ടുകളെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പാത കടന്നു പോകുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. നമുക്കിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ഇതിനകത്ത് ഒരു അരുൺജി പറയുന്നൊരു കാര്യമുണ്ട്. പലയിടങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്നൊരു വാർത്തയാണ് അവർ പറയുന്നത്. വിളപ്പിൽശാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ അനാസ്ഥ മൂലം ഒരു ചെറുപ്പക്കാരൻ മരിച്ച വാർത്ത 24-ൽ കണ്ടു. ജില്ലയിൽ പല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സ്ഥിരമായി ഡോക്ടർ പോലും ഇല്ല എന്ന അഭിപ്രായമാണ്. നമുക്ക് ആ വാർത്ത ഒന്നുകൂടി വിശദമായും ഒന്ന് പരിശോധിക്കാം. വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ ചികിത്സ നിഷേധിച്ചു എന്നാണ് ആരോപണം. ശ്വാസതടസ്സത്തിന് ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചു എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. വെളുപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മീറാണ് ഈ രീതിയിൽ മരിച്ചത്. ഗുരുതരാവസ്ഥയിലെത്തിച്ച ബിസ്മീറിന് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകിയില്ല എന്നും CPR-ഉം ഓക്സിജനും നൽകാൻ തയ്യാറായില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. പട്ടി കയറുന്നതുകൊണ്ട്, തെരുവുനായ കയറുന്നതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് വന്നിട്ട് ഓപ്പൺ ആയിരുന്നു, ഗേറ്റ് അകത്തെ ഗ്രില്ല് അത് ലോക്കായിരുന്നു. അവിടെ പോയിട്ട് കോളിംഗ് ബെല്ല് അടിച്ചായിരുന്നു. 2 മൂന്ന് കോളിംഗ് ബെല്ല് അടിച്ചതിന് ശേഷമാണ് പിന്നെ വിളിച്ചായിരുന്നു. പുള്ളിയും വിളിക്കായിരുന്നു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പം അത്രയും താമസിച്ചാണ് ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്യാൻ. ഒരു മെഡിസിനും ഉപയോഗിക്കാതെയാണ് ജസ്റ്റ് ആ മെഷീൻ ഓൺ ചെയ്ത് ആവി കൊടുക്കുന്നത്. ആക്ച്വലി അതിൽ 2 ഐറ്റം മെഡിസിൻ യൂസ് ചെയ്യാറുണ്ട്. അത് എന്നിട്ട് ആവി പിടിക്കുന്നത് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്. അതൊന്നായി പുള്ളി അവിടെ വെച്ച് തന്നെ അബോധാവസ്ഥയിലാകുമ്പോഴത്തേക്കും എൻ്റെ പെങ്ങൾ പറഞ്ഞായിരുന്നു CPR കൊടുക്കുന്നു. അവർ 2 പേരും നോക്കി നിന്നല്ല ഒന്നും കൊടുത്തിട്ടില്ല. തിരിച്ചവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിനകത്ത് ഒരു പ്രാഥമിക ചികിത്സ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല, ഒരു സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടറില്ല, ഒന്നുമില്ല. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് എത്തുമ്പോഴത്തേക്കും പുള്ളി മരിച്ചിട്ട് 20 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. ഓക്സിജൻ കൊടുക്കാൻ തയ്യാറായില്ല. പുള്ളി 10-15 മിനിറ്റ് അവിടെ നിന്ന് വിളിച്ചിട്ട് ഇവരാരും ഗേറ്റ് തുറക്കുവാൻ തന്നെ താമസിച്ചു എന്നാണ് പറയുന്നത്. ഷട്ടർ തുറക്കുവാൻ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇത് ആദ്യമായിട്ടല്ല സത്യത്തിൽ വിളപ്പിൽ CHSE സംബന്ധിച്ച് ഇത് നടക്കുന്നത്. നേരത്തെയും ഇതുപോലുള്ള 3-4 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യസമയത്ത് ഡോക്ടർ ഇല്ലാതിരിക്കുകയും ചികിത്സ കൊടുക്കാതിരിക്കുകയും ഉണ്ടാവുന്ന ഒരു പിഴവ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇന്ന് ഈ പറഞ്ഞതുപോലെ 37 വയസ്സാകുന്നതേ ഉള്ളൂ പയ്യൻ. 2 കുട്ടികൾ അനാഥമായി. വളരെ വേദന ഉള്ള നിമിഷങ്ങളാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മേഘന, ദാരുണമായ സംഭവമാണ്. ഇതിപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ വെളുപ്പിൽശാല ആശുപത്രിക്കെതിരെ നേരത്തെയും ഇത്തരത്തിൽ പരാതികളുണ്ട് എന്നുകൂടി പറയുമ്പോൾ തുടർച്ചയായി സംഭവിക്കുന്ന അനാസ്ഥ എന്ന രീതിയിൽ കാണേണ്ടതുണ്ടോ? ഇതിപ്പോൾ ഈ ഗേറ്റ് അടച്ചത് തെരുവു നായ്ക്കളെ ഭയന്നാണ്, അല്ലെങ്കിൽ അത് കയറുമെന്ന് പ്രതീക്ഷിച്ചാണ് കരുതിയതുകൊണ്ടാണെന്നൊക്കെയാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്, അല്ലേ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ പറയുന്ന ആരോപണങ്ങളിൽ എത്രമാത്രം വസ്തുതയുണ്ട് മേഘന? വസ്തുത പരിശോധിക്കാൻ തന്നെയാണ് 24-ന്റെ സംഘം ഇപ്പോൾ ബിസ്മിറിന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്കുള്ള വിളപ്പിൽശാലയിലെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നേമം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള ജനങ്ങൾ അവരുടെ അടിയന്തര സാഹചര്യത്തിലടക്കം കിടത്തി ചികിത്സയടക്കമുള്ള ആശുപത്രിയാണ് ഈ ആരോപണ വിധേയമായിട്ടുള്ള, അല്ലെങ്കിൽ ബിസ്മിറിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇവിടെ നമുക്ക് കാണാം ഒരു ആംബുലൻസ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കിടത്തി ചികിത്സയടക്കം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സജ്ജീകരിച്ചുകൊണ്ടുള്ള കിടത്തി ചികിത്സ അടക്കമുണ്ട് എന്നുള്ളതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്ക് പുറത്തു നിന്ന് കാണുന്നത്. ഇവിടെ നിന്ന് DMOയുടെ അടക്കം മെഡിക്കൽ ഓഫീസറുടെ അടക്കം പ്രതികരണം തേടിയിരുന്നു. അതിൽ പ്രധാനമായും മെഡിക്കൽ ഓഫീസർ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ പ്രാഥമിക ഘട്ടത്തിൽ ഈ രോഗിക്ക് നൽകേണ്ട എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗേറ്റ് അടച്ചത് ഇപ്പോൾ ഈ ആരോപണ വിധേയമായിട്ട്, അല്ലെങ്കിൽ ഈ കുടുംബം പറയുന്നത് ഈ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഗ്രില്ല് തുറക്കാൻ
ജീവനക്കാർ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ജനുവരി 19 ഈ വിഷയം ഇവിടെ ഉണ്ടാകുന്നത്, ഗുരുതരമായിട്ടുള്ള വിഷയം. അതിൽ പ്രധാനമായും ഭാര്യ പറയുന്നത് ശ്വാസതടസ്സം മൂലമാണ് ഈ ആശുപത്രിയിലേക്ക്, ബിസ്മിറിന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് ഈ ആശുപത്രിയിലേക്കുള്ളത്, ഇവിടേക്ക് വരുന്നത്. അതിനുശേഷം ഓക്സിജൻ നൽകാൻ തയ്യാറായില്ല, അതുപോലെ തന്നെ CPR നൽകാൻ തയ്യാറായില്ല. അവിടെ ആശുപത്രി അധികൃതർ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ സമയം 6:40 ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നേരിട്ട് ചോദിക്കാലോ, തത്സമയം ചോദിക്കാലോ. അവിടെ ആരെങ്കിലും ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും? DMOയുടെ വിശദീകരണം ചോദിച്ചതാണ്, അതുപോലെ തന്നെ ഇവിടെയുള്ള മെഡിക്കൽ ഓഫീസറുടെ വിശദീകരണം ചോദിച്ചതാണ്. പക്ഷേ ഇവിടെ മെഡിക്കൽ ഓഫീസർ ജോലി കഴിഞ്ഞു മടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഡ്യൂട്ടി ഡോക്ടർ പറയുന്നത്. അതിൽ പ്രതികരണം, ഒരു ഫോണിലൂടെ അല്ലാത്തൊരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഫോണിലൂടെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് സാധ്യമായതെല്ലാം ചെയ്തു, അത് പ്രാഥമിക ഘട്ടത്തിൽ ഒരു രോഗിക്ക് നൽകേണ്ട ചികിത്സയൊക്കെ ചെയ്തു. ഈ ആംബുലൻസിൽ തന്നെയാണ് അന്ന് ബിസ്മിറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോഴേക്കും 20 മിനിറ്റ് മുന്നേ രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കുടുംബത്തിന് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച വിവരം. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയിരുന്നെങ്കിൽ, അതിൽ ഈ ഭാര്യയാണ് 2 വീലറിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്, തൊട്ടടുത്തുള്ള ആശുപത്രി എന്ന രീതിയിലാണ് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഓക്സിജൻ നൽകാൻ തയ്യാറായില്ല, അതുപോലെ തന്നെ CPR നൽകൂ, എനിക്ക് CPR നൽകാൻ അറിയില്ല എന്നുള്ള കാര്യം ഭാര്യ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അതിന് ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. അതിൽ രോഗിയുടെ ഒരു ഗുരുതര സ്വഭാവം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ ശ്വാസതടസ്സം ഗുരുതരമാകുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ അധികൃതർക്ക് തയ്യാറായില്ല. അതുപോലെ തന്നെ ഈ ഗ്രില്ല് തുറക്കാൻ അവർ ഉറങ്ങുകയായിരുന്നു. നിരവധി തവണ കോളിംഗ് ബെല്ലടിച്ചു. അതിനുശേഷമാണ് ഈ ഗ്രില്ല് തുറന്നത്. ഗ്രില്ല് തുറക്കാത്തതിന്റെ കാരണം ചോദിക്കുമ്പോൾ അതും അപഹാസ്യമാണ്. പട്ടി കയറുന്നതിനാൽ ഈ ഗ്രില്ല് താക്കോലിട്ട് പൂട്ടിവെക്കുന്നത്. 24 മണിക്കൂറും ഡോക്ടർ ഉണ്ടാവേണ്ട, നഴ്സും ഡോക്ടറും സംവിധാനവും ഉണ്ടാകേണ്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു. പട്ടി കയറുന്നതുകൊണ്ട് ഈ ഗേറ്റ് അർദ്ധരാത്രിയിൽ, പുലർച്ചെയാണ് സംഭവം, 19 പുലർച്ചെയാണ്, അർദ്ധരാത്രിയിൽ ഗേറ്റ് അടയ്ക്കുന്നു എന്നുള്ളതാണ് വിശദീകരണമായി വരുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളത്, അത് ഇവിടെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾ പറയുന്നത്. പക്ഷേ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവമല്ല, അതിൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ബിസ്മിറിന്റെ കുടുംബം പറയുന്നത് 37 വയസ്സും സ്വിഗ്ഗി ജീവനക്കാരനാണ് ബിസ്മിർ. ശ്വാസതടസ്സം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു സ്വഭാവത്തിലുള്ള അസുഖമല്ലായിരുന്നു. പെട്ടെന്ന് പുലർച്ചെ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് CPR നൽകൂ, ഓക്സിജൻ നൽകൂ, അതുപോലെ തന്നെ നെബുലൈസേഷൻ നൽകൂ എന്നൊക്കെ ഭാര്യ പറഞ്ഞിട്ടും തയ്യാറായില്ല. പിന്നീട് വായുടെ നേതൃത്വത്തിൽ തന്നെയാണ് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നത്. പക്ഷേ 20 മിനിറ്റ് മുന്നേ തന്നെ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ എത്തുമ്പോഴേക്കും രോഗി മരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ എന്തുകൊണ്ട് ഇവിടെ അനാസ്ഥ തുടങ്ങുന്നത്, ഈ ഗേറ്റ്, ഈ ഗ്രില്ല് തുറക്കുന്നത് മുതൽ അങ്ങോട്ടുള്ള അനാസ്ഥയുണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. നമ്മൾ അവരുടെ പ്രതികരണം കേട്ടു. ഇപ്പോഴും ജനുവരി 19 മരിക്കുന്നത്. അതിനുശേഷം അവർക്ക് അവരുടെ വൈകാരികമായി തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. തങ്ങളുടെ 37 വയസ്സുള്ള ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അത് ഇവിടെയുള്ള ഡോക്ടർമാർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അത് പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും DMOക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകും. സർക്കാരിനോടും ആരോഗ്യമന്ത്രിയോടും ഈ കുടുംബം പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് അന്വേഷിക്കണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോഴും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും നിരവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കിടത്തി ചികിത്സയുണ്ട്, ആംബുലൻസ് സംവിധാനമുണ്ട്. പക്ഷേ അവിടെ ബ്ലോക്ക് ഭാരവാഹികളടക്കം പറയുന്നത് ഈ ആംബുലൻസിന് കൃത്യമായ ഡ്രൈവർ ഉണ്ടാവാറില്ല എന്നൊക്കെയാണ്. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് കൃത്യമായും പരിശോധിക്കണമെന്നുള്ളതാണ് കുടുംബം സർക്കാരിനോടും ആരോഗ്യമന്ത്രിയോടും ഒരു അപേക്ഷയായി പറയുന്നത്. ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ഇനി ആർക്കും എന്നുള്ളതാണ് പറയുന്നത്. ശ്വാസതടസ്സം, അത് നേരത്തെ തന്നെ ബിസ്മിറിന് ശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഗുരുതര സ്വഭാവമുള്ളതോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പെട്ടെന്നൊരു ശ്വാസതടസ്സം ഉണ്ടാകുന്നു, നരയും പതയും വരുന്നു, അതുപോലെ തന്നെ ചുണ്ടിന്റെ ഒക്കെ നിറം മാറുന്നു, ശരീരത്തിന്റെ നിറം മാറുന്നു. എന്നിട്ടും ഗുരുതര സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ അധികൃതർക്ക് പറ്റിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് കുടുംബം പറയുന്നത്. പ്രജിൻ, എന്തായാലും ദാരുണമായ സംഭവമാണ്. ഈ രീതിയിൽ ഈ മരണത്തിന് ഉത്തരവാദികൾ അത് ഈ പറയുന്നത് പോലെ കൃത്യമായ സമയത്ത് പ്രാഥമികമായി നൽകേണ്ട ചികിത്സ നൽകാത്തവർ തന്നെയല്ലേ എന്ന ചോദ്യം അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. നമ്മുടെ പ്രേക്ഷകരും സമാനമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെ ഒരു CHC ആണ്, സ്വാഭാവികമായിട്ടും അവിടെ സെക്യൂരിറ്റി വേണ്ടതാണ്. എത്ര പുലർച്ചെയാണെങ്കിലും കൃത്യമായ സമയത്ത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന നിലയിൽ അത് കൃത്യമായി തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അടിയന്തര ഘട്ടങ്ങൾ ചികിത്സ തേടിയെത്തുന്നത് ഏത് സമയത്താണെങ്കിലും അത് ആ സമയത്ത് തന്നെ നൽകുക, ലഭ്യമാക്കുക എന്നതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്തം. അത് നിറവേറ്റപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണത് പടച്ചുപൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ തെരുവ് നായ്ക്കളെ ഭയന്നാണെന്ന് പറഞ്ഞാൽ അതിന് വേറെ വഴികളാണ് നോക്കേണ്ടത്. അല്ല ഇതുപോലെ ഈ സമയത്തൊക്കെ കടന്നു വരുന്ന ആൾക്കാർക്ക് നേരെ ഗേറ്റ് കൊട്ടിയടക്കുന്നതല്ല രീതി എന്ന കാര്യത്തിൽ യാതൊരു സംശയം. എന്തായാലും അതിലൊരു അന്വേഷണം, നടപടിയുമൊക്കെ വഴി ഉണ്ടാകട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. മേഘന മുരളിയാണ് ഈ വാർത്ത നൽകിയത്.
മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം നമുക്ക്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ DNB ഹാൾ നവീകരണത്തിൽ ക്രമക്കേട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. വിശദമായ അന്വേഷണം വേണമെന്ന പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശ ഉന്നത ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം നമുക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബീച്ച് ആശുപത്രിയിലെ DNB ഹാളിലെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്ന ഞെട്ടിക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. DNB ഹാൾ നവീകരണത്തിൽ വ്യാപക അഴിമതി നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കഴിഞ്ഞ മെയ്യിൽ മിന്നൽ പരിശോധന നടത്തിയത്. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന നിർമ്മിതി കേന്ദ്രയുടെ കോഴിക്കോട് ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് തുക അനുവദിച്ചതിലടക്കം ചട്ടലംഘനം കണ്ടെത്തിയത്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. മെഷർമെന്റ് ബുക്കിൽ ഹാൾ പൊളിക്കുന്നതിന് മുമ്പുള്ള അളവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. തടി, ജനൽ ഫ്രെയിമുകൾ, ഗ്ലാസ് വാതിലുകൾ എന്നിവ പഴയത് തന്നെ നിലനിർത്തിയപ്പോൾ മെഷർമെന്റ് ബുക്കിൽ പുതിയത് സ്ഥാപിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഷർമെന്റ് ബുക്കിൽ പറയുന്നത് പോലെ ഉയർന്ന നിലവാരമുള്ള കണ്ണാടികളല്ല ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പടിക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളിലും ഗുണനിലവാരമില്ല. ഇത്തരം നിർമ്മാണങ്ങൾക്ക് തുക മുൻകൂർ നൽകരുതെന്നാണ് ചട്ടമെങ്കിലും നിർമ്മിതി കേന്ദ്രയുടെ അക്കൗണ്ടിലേക്ക് പണം മുൻകൂർ കൈമാറിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഇറക്കിയ ഉത്തരവുകളും ട്രഷറി ബില്ലുകളും പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രഥമദൃഷ്ട്യാ 7 ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇതിനായി കൂടുതൽ അന്വേഷണം വേണമെന്നും ഉന്നത അധികാരികളുടെ അനുമതി വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൃത്യമായി 7 ക്രമക്കേടുകൾ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉത്തരമേഖലാ സൂപ്രണ്ടിന് ഈ റിപ്പോർട്ട് കൈമാറിയിട്ട്. രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ആശുപത്രി വികസന സമിതി അടക്കം ഉത്തരം പറയേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ ഉദ്യോഗസ്ഥർ ബോധപൂർവം തുടരന്വേഷണം മരവിപ്പിച്ചതായാണ് സൂചന. സാമ്പത്തികമായി ഗുരുതരമായ ക്രമക്കേടാണ് ബീച്ച് ആശുപത്രിയിൽ നടന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ ഉന്നത അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ റിപ്പോർട്ട് പുകഴ്ത്തുന്നത് ആരാണ്? ഇതിൽ നടപടിയെടുക്കേണ്ട ആരോഗ്യ വകുപ്പും കണ്ണടച്ച മട്ടാണ് കാണുന്നത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ പലപ്പോഴായി പല റിപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു പരാതി, പല ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകളിൽ കയറി പോകുമ്പോൾ അവിടെ നിന്നും കൃത്യമായി നമുക്ക് അനുകൂലമായോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന മനോഭാവം പല ഉദ്യോഗസ്ഥരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് തവണ അല്ലെങ്കിൽ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി 10ഓ 20ഓ തവണയൊക്കെ ഒരേ ഓഫീസിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ, അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പരാതിപ്പെടുന്നത്. അതിലൊരു നടപടി ഉണ്ടാകുന്നില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട വാർത്ത അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന രീതിയിൽ വരുന്നുണ്ട്. അവിടെ വയനാട് ഡെപ്യൂട്ടി കളക്ടർ ഗീത സിക്ക് സസ്പെൻഷൻ എന്നൊരു വാർത്തയാണ് ഈ കഴിഞ്ഞ മിനിറ്റിൽ പുറത്തുവന്നത്. അവിടെ നൂൽപ്പുഴ വില്ലേജിൽ ഭൂമി തരംമാറ്റത്തിനുള്ള നടപടി സ്വീകരിച്ചില്ല എന്ന പരാതിയിലാണ് ഈ സസ്പെൻഷൻ എന്നുകൂടി അറിയുന്നു. അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥലവുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ അനാവശ്യമായ തടസ്സവാദങ്ങൾ ഇവർ ഉന്നയിച്ചു. ആ രീതിയിലാണ് പരാതി പോയത്. അവിടെ KJ ദേവസ്യ എന്ന് പറയുന്ന ഒരു നൂൽപ്പുഴ സ്വദേശിയാണ് റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പല ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതിന് പകരം ഒരുപാട് തവണ ആൾക്കാരെ നടത്തിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഉയർന്നു വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ നെട്ടൂർ മരട് മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. പലരും പണം കൊടുത്ത് ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് ദിവസം തള്ളി നീക്കുന്നത്. പ്രദേശത്തെ ജനങ്ങൾ നിലയില്ലാ ദുരിതക്കയത്തിലായിട്ടും വാട്ടർ അതോറിറ്റിക്ക് കൃത്യമായ മറുപടിയില്ല. കുടിവെള്ളം കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരുന്നതിന് ഒരു മാറ്റവുമില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. നെട്ടൂർ മരട് പ്രദേശം കുടിവെള്ളക്ഷാമത്തിന്റെ കടുത്ത പ്രതിസന്ധി പേറുകയാണ്. മുടക്കമില്ലാതെ കുടിവെള്ളം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ നാട്ടുകാർ ചോദിക്കുന്നു. അധികൃതരാകട്ടെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന സ്ഥിരം പല്ലവി ഇതാ ഇപ്പോഴും തുടരുന്നു. മരട് നഗരസഭയിലെ 1-ാം ഡിവിഷൻ നെട്ടൂർ നോർത്തിലും 35-ാം ഡിവിഷനായ പുതിയ മഠത്തിലുമാണ് കുടിവെള്ളം തീരെ ലഭിക്കാത്തതോ ഇടയ്ക്കിടെ മുടങ്ങുന്നതോ ആയ സ്ഥിതിയുള്ളത്. നിശ്ചയിച്ച തോതിൽ കുടിവെള്ളം ടാങ്കിൽ നിന്ന് പൈപ്പിലേക്ക് നൽകാത്തതാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്ന് പറയുന്നു. എന്നാൽ പഴയ പൈപ്പായതുകൊണ്ട് തോത് കുറച്ചാണ് വെള്ളം അടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൈപ്പ് പൊട്ടൽ തുടർക്കഥ. വെറുതെ വാക്ക് കൊടുത്ത് വാട്ടർ അതോറിറ്റിയും. ഇപ്പോൾ 1.5 മാസമായി ഈ പ്രദേശത്ത് ഒട്ടും വെള്ളമില്ല.
വെള്ളമില്ലാത്തതിൻ്റെ മുഖ്യ കാരണം ഇവിടെ നമ്മുടെ INDC ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കർ ഉള്ളത്. അവിടെ നിന്ന് ശരിക്കും ടാങ്കറിൽ പുറത്തേക്ക് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ടാങ്കറിൽ വെള്ളം കരാറുകാർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ മരട് നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്ക് നിൽക്കുന്ന പ്രദേശമായ മരട് നഗരസഭയിലെ ജനത്തിന് വെള്ളം കൊടുക്കാതെ മറ്റു ജില്ലകളിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കരാറുകാർ വെള്ളം കൊടുക്കുന്ന രീതി തന്നെ ശരിയായ രീതിയല്ല. INTUC ജംഗ്ഷനിലാണ് ടാങ്ക് ഉള്ളത്. പുതിയ കണക്ഷൻ പണി അന്തിമഘട്ടത്തിലാണ്. പക്ഷേ ഇത് വന്നാലും ഉൾപ്രദേശങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം കുടിവെള്ളം ലഭിക്കുമെന്നത് കണ്ടറിയണം. കുടിവെള്ളം തീരെയില്ല. ഇപ്പം നമ്മളുടെ കുണ്ടന്നൂർ വരെ ഒരു ലൈൻ വന്ന് നിൽപ്പുണ്ട്. അത് ആ ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ കട്ടായി പോയതാണ്. അത് പുനരുദ്ധാരണം ചെയ്യണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ അത്യാവശ്യം. കോടികൾ ആസ്തി മുടക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ 4 ഭാഗം വരുന്നില്ല ഈ ലൈൻ ഇപ്പുറത്തേക്ക് കടത്തുന്നതിന്. മനഃപൂർവ്വം ചെയ്യാത്തത്. കാരണം വളഞ്ഞ വഴികൾ ചെയ്തങ്ങളിലേക്ക് പണം തോർത്തടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു. പണം കൊടുത്ത് ടാങ്കറിൽ വെള്ളമടിച്ചാണ് നിരവധി കുടുംബങ്ങൾ കഴിയുന്നത്. കാരണം കിണറിലെ വെള്ളവും മലിനമായ രീതിയിലാണിപ്പോൾ. ജീവിക്കാൻ മറ്റെന്തു ചെയ്യും? ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ടാങ്കർ ലോറിയിൽ ഇപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വെള്ളം അടിക്കുകയാണ്. 2500 രൂപ കൊടുത്താണ് വെള്ളം അടിക്കുന്നത്. അതും പിള്ളേർ തുറന്നിട്ടും അങ്ങനെ കുറച്ച് അതങ്ങനെ വെള്ളം പാഴായി പോകും. പക്ഷേ കുറച്ച് നമുക്കത് കിട്ടാതെ വേറെ നിവൃത്തിയില്ല. കിണറ്റിലാണെങ്കിൽ കിണറൊക്കെ വറ്റി അതൊന്നുമില്ല. വെള്ളം കുടിക്കാനോ ഒന്നിനും കൊള്ളും. മഞ്ഞ കളറിലാണ് വെള്ളം അടിക്കുന്നത്. ഇങ്ങനെ കുടിവെള്ളമില്ല എന്നുള്ളത് ഒരു പ്രശ്നം. മറ്റൊന്നുള്ളത് ഈ വാട്ടർ അതോറിറ്റിയുടെ ബില്ലാണ്. കാരണം ഇതിൽ വാട്ടർ റീഡിംഗ് ആയി കാണിച്ചിരിക്കുന്നത് 0 എന്നാണ്. പക്ഷേ വാട്ടർ ചാർജായി വന്നിരിക്കുന്നത് 150 രൂപയാണ്. ഇത് നന്ദകുമാറിൻ്റെ വീടാണ്. അദ്ദേഹത്തിനാണ് ഇങ്ങനെയൊരു ബില്ല് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി എന്താണ് നടപടി? 0 ആണ് വാട്ടർ റീഡിംഗ് അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇത് നെട്ടൂർ നിവാസികളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലത്ത് ഇവിടെ കുടിവെള്ളം പോലും കിട്ടാനില്ല. പ്രത്യേകിച്ച് വിശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ഡിവിഷനുകളായിട്ടുള്ള 1-ാം ഡിവിഷനും 35-ാം ഡിവിഷനും. ആ വെള്ളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വെള്ളം കിട്ടാത്ത എല്ലാ വീടുകളിലും ഇതേപോലെ മീറ്ററിൻ്റെ റീഡിംഗ് നടത്താനുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഈ ആൾ മീറ്ററിൻ്റെ റീഡിംഗ് നടത്തിയിട്ടുണ്ട്, ബില്ലുകൾ തന്നിട്ടുണ്ട്. ആ ബില്ലുകൾ തന്നിട്ട് കട്ടിങ്ങിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ കിട്ടിയിരിക്കുന്നത് 0 ബില്ലാണ്. 0 ആണ് മീറ്റർ റീഡിങ്. അതിലാണ് എനിക്ക് ഇത്തരത്തിൽപ്പെട്ട 150 രൂപയുടെ ബില്ല് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച കോടതി തുറക്കുന്ന ദിവസം കോടതിയിൽ ഇതിനെതിരായിട്ട് കോടതിയിൽ കേസ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മരട് ഫ്ളാറ്റ് പൊളിച്ചതോടെയാണ് കുണ്ടന്നൂർ വഴിയുള്ള പൈപ്പ് കണക്ഷനുകൾ തകരാറിലായത്. പിന്നീട് ഇത് ശരിയാക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. കുടിവെള്ളമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയതാണ്. ഹൈക്കോടതിയും ഇടപെട്ടു. കൂട്ടമായും ഒറ്റയ്ക്കും വീട്ടുകാർ നൽകിയ ഹർജികൾ പരിഗണനയിൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്ത് ചെയ്തുവെന്നത് അറിയിക്കണം എന്നാണ് ഹൈക്കോടതി അവസാനമായി വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞിരിക്കുന്നത്. ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാൻ 2 നിർദ്ദേശങ്ങളാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, കുണ്ടന്നൂരിൽ നിന്നുള്ള പൈപ്പ് അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പശ്ചിമ കൊച്ചിയിലേക്കുള്ള ജൻഡ്രം കുടിവെള്ള പദ്ധതി പോകുന്നത് നെട്ടൂരിലൂടെയാണ്. അതിൻ്റെ ഒരു ഇന്റർ കണക്ഷൻ ഈ ഭാഗത്തേക്ക്, ഇപ്പോൾ ഈ കുടിവെള്ളക്ഷാമം ഉള്ള പ്രദേശത്തേക്ക് കൂടി ഇങ്ങോട്ടേക്ക് നീട്ടുക, അങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇതിനെല്ലാം തന്നെ വളരെ ഗൗരവമായ ചർച്ചകളാണ് നടക്കേണ്ടത്. സജിൽ ഗുരുവായൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.